1974 ഏപ്രിൽ 1 വൈകിട്ട് 6 മണിക്ക് കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരമായ എറണാകുളം നഗരത്തിലെ ബ്രോഡ്വേയിലൂടെ 4 യുവാക്കൾ പൂർണ്ണ നഗ്നരായി ഓടുവാനൊരു തീരുമാനമെടുത്തു. അന്ന് അച്യുതമേനോൻ കേരളം ഭരിക്കുന്ന കാലം. അന്നത്തെ ആഭ്യന്തരമന്ത്രി കെ കരുണാകരനും DGP ജയറാം പടിക്കലുമായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പുള്ള കാലഘട്ടം കൂടിയായിരുന്നു. നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ഒരു പ്രവൃത്തിയാണ് IPC 294 അനുസരിച്ച് പൊതുസ്ഥലത്ത് നഗ്നത പ്രദർശിപ്പിക്കുവാൻ പാടില്ല. പോലീസിനു കേസ് ചാർജ് ചെയ്യാം. ഇവർ 4 പേരും നിയമം അറിയുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ്. അന്ന് എറണാകുളം ലോ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളായിരുന്നു ഈ 4 പേരും. ഇവർ 4 പേരും 20 വയസ്സിന് മേൽ പ്രായമുള്ള ആൾക്കാരുമായിരുന്നു. എന്നിട്ടാണ് അന്നത്തെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവർ പൊതുസ്ഥലത്തിലൂടെ പൂർണ്ണ നഗ്നരായി ഓടിയത്. ഇതിന് അന്ന് പത്രത്തിൽ പറഞ്ഞിരുന്ന കാരണം ഇവർക്ക് പ്രസിദ്ധരായി തീരുന്നതിന് വേണ്ടിയാണ്. അതിനുവേണ്ടി അവർ മുൻകൂട്ടി തയ്യാറാക്കിയതനുസരിച്ച് ഒരു പത്രലേഖകനുമായി ബന്ധപ്പെടുകയുണ്ടായി. ആ പത്രലേഖകന്റെ പേരാണ് NN സത്യവ്രതൻ. അദ്ദേഹമാണ് ഇതിനു വേണ്ട തിരക്കഥകൾ തയ്യാറാക്കിയതെന്ന് പറയപ്പെടുന്നു. എത്രമാത്രം ശരിയാണെന്ന് നമ്മൾക്ക് അറിയില്ല. ആദ്യം ഇവർ എറണാകുളം സുഭാഷ് പാർക്കിന്റെ പരിസരമാണ് ഓടുന്നതിന് തിരഞ്ഞെടുത്ത സമയവും രാത്രിയായിരുന്നു. എന്നാൽ അത് പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കണമെങ്കിൽ പകൽ തന്നെ ആയിരിക്കണമെന്ന തീരുമാനം മാറ്റിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്രോഡ്വേയിലൂടെ 6 മണിക്ക് നല്ല തിരക്കുള്ള സമയത്ത് തന്നെ അവർ ഓടിയത്. ഇതിൻ്റെ ചിത്രങ്ങൾ പകർത്തുന്നതിന് അന്ന് ഏർപ്പെടുത്തിയിരുന്നത് എറണാകുളത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റുഡിയോയായ കൃഷ്ണൻ നായർ സ്റ്റുഡിയോയിലെ ജനാർദ്ദനെയാണ്. എന്നാൽ ആദ്യത്തെ ശ്രമം അത് പരാജയപ്പെടുകയും രണ്ടാമത്തെ ശ്രമത്തിലാണ് ഇതിൻ്റെ ചിത്രങ്ങൾ അവർക്ക് പകർത്തുവാൻ കഴിഞ്ഞത്. ഈ സംഭവം അന്ന് പല മാധ്യമങ്ങളിലും വാർത്തയായി വന്നു. ഏകദേശം 40ഓളം മാധ്യമങ്ങളിലാണ് ഭാരതമൊട്ടാകെ വാർത്തയായി വന്നത്. പല മാസികകളിലും ഇവരുടെ ചിത്രങ്ങൾ, നഗ്നരായി ഓടുന്ന ചിത്രം വരെ അച്ചടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പ്രസിദ്ധരായി തീർന്നു. എന്നാൽ ഈ 4 പേരും ഇന്ന് അറിയപ്പെടുന്ന ആൾക്കാർ തന്നെയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി PA മുഹമ്മദ് കുട്ടിയാണ്. ഇനി ഇതിൽ കൂടുതൽ അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ പ്രസ്താവിക്കേണ്ട ആവശ്യമില്ല. അതിൽ ഒരാൾ ഒരു അറിയപ്പെടുന്ന വക്കീലായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. മറ്റൊരാൾ എറണാകുളം ജില്ലാ കളക്ടർ ആയിരുന്നു എന്ന് പറയുന്നു. വേറൊരാൾ ബിസിനസ് മേഖലയിലുള്ള ആളാണെന്നും പറയപ്പെടുന്നു. ഇവരെല്ലാവരും ഇന്ന് പ്രസിദ്ധർ തന്നെയാണ്. ഇതിനെ തുടർന്ന് എറണാകുളം ലോ കോളേജിൽ നിന്ന് ഇവരെ 4 പേരെയും പുറത്താക്കുവാനുള്ള തീരുമാനമെടുത്തെങ്കിലും പിന്നീട് വാണിംഗ് നൽകി തിരിച്ചു അവർക്ക് പ്രവേശനം നൽകുകയാണ് ഉണ്ടായത്. ഇതെല്ലാം കഴിഞ്ഞ കാലങ്ങളാണ്. എന്നാൽ അവരുടെ സന്തതി പരമ്പരകൾ ഇന്നും നിയമലംഘനം തുടരുകയാണ്. ഞായറാഴ്ച വൈകുന്നേരമായിരുന്നു കേസിനാസ്പദമായ സംഭവം. കലൂർ സ്റ്റേഡിയം ചുറ്റി IMA ഹാൾ വരെയാണ് 130 ബുള്ളറ്റുകളെ നയിച്ചുകൊണ്ട് യുവതാരം ഹെൽമറ്റ് ധരിക്കാതെ ബുള്ളറ്റ് ഓടിച്ചത്. ബ്രൗൺ നിറത്തിലുള്ള ഓവർകോട്ടും കറുത്ത സൺഗ്ലാസും ധരിച്ചായിരുന്നു ദുൽഖർ സൽമാൻ KL 08 AQ 7499 എന്ന നമ്പറിലുള്ള ബുള്ളറ്റും ഓടിച്ചെത്തിയത്. കൂടെയുണ്ടായിരുന്ന മറ്റു ബൈക്ക് യാത്രക്കാരിൽ മിക്കവരും ഹെൽമറ്റ് ധരിച്ചിരുന്നു. ബൈക്കിന്റെ പിൻസീറ്റിൽ ചിത്രത്തിലെ സഹതാരം സണ്ണി വെയിനും മുന്നിൽ ബാലനടി അനഘയും ദുൽഖറിനൊപ്പം ഉണ്ടായിരുന്നു. സംഭവം നിയമലംഘനമാണെന്ന് പറഞ്ഞ ട്രാഫിക് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ PP ഷംസ് നടനെതിരെ പെറ്റി കേസ് എടുക്കുമെന്നും മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഹെൽമറ്റ് ധരിക്കാതെ മോട്ടോർ സൈക്കിൾ ഓടിക്കുക എന്നുള്ള നിയമവിരുദ്ധമാണ്. അത് പെറ്റി കേസാണ്. ഹെൽമറ്റ് ധരിക്കാതെ ഓടിക്കുന്നതിന് പെറ്റി കേസ്, ഫൈൻ അടയ്ക്കാം. അതിൽ ആ അറിയപ്പെടുന്ന വ്യക്തിയുടെ മകൻ തന്നെ ഹെൽമറ്റ് ഇല്ലാതെ കൂട്ടമായി ബുള്ളറ്റിൽ യാത്ര ചെയ്തതിന് പിഴ അടയ്ക്കേണ്ടി വന്ന മറ്റൊരു സംഭവമാണ്. അതായത് നമ്മൾ കാണിക്കുന്നത് നമ്മളുടെ മക്കൾ പിന്തുടരുന്നു. നിയമലംഘനം നമ്മൾ കാണിച്ചു കൊടുത്താൽ നമ്മളുടെ മക്കളും പിന്തുടരുകയാണത്. അതായത് പിതാവിൻ്റെ വഴിയിലൂടെ മകനും സഞ്ചരിക്കുകയാണ്. ഇനിയുള്ള നിയമലംഘനങ്ങൾ ഇതുപോലെ തുടരുന്നതായിരിക്കും.